പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ധന്യ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ ക്രിസ്തുവിൽ സ്നേഹിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും 7-ാം മാസത്തിൻ്റെ 6-ാമത്തെ പ്രഭാത വന്ദനം കൂടെ അറിയിക്കുന്നു. ലോകമെമ്പാടുമായിരുന്നു കൊണ്ട് ഈ പ്രഭാതവും ഈ വചന സന്ദേശം ശ്രമിക്കുന്ന എല്ലാ ദൈവദാസന്മാർക്കും വാത്സല്യ കുഞ്ഞുങ്ങൾക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ആഴമേറിയ സ്നേഹത്തെയും വന്ദനത്തെയും നന്ദിയും ഒപ്പം പ്രാർത്ഥനയും അറിയിക്കുന്നു. പ്രാർത്ഥനയോടുകൂടെ ഈ പ്രഭാതവും വചന സന്ദേശത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. കർത്താവിൻ്റെ ദാസിദാസന്മാരെ, കഴിഞ്ഞ നാളുകളിൽ നിരവധി പ്രാർത്ഥനയുടെ മറുപടികളെ കാണുവാൻ ഇടയാക്കിയ ദൈവം ആമേൻ ഈ പ്രഭാതവും നമ്മുടെ പ്രാർത്ഥനകൾക്ക് മറുപടി നൽകും. ആമേൻ സ്തോത്രം. ഇന്ന് പ്രഭാതം ആമേൻ ഭാരത്തോടുകൂടെ ആമേൻ സ്തോത്രം ഹാലേലൂയ നിരവധി ആമേൻ വേദനകളോടുകൂടെ ദൈവസന്നിധിയിൽ കരയുന്ന ആമേൻ പ്രത്യാശയോടെ പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ, ദൈവദാസിമാരെ, നിങ്ങളുടെ പ്രാർത്ഥനയുടെ മറുപടികളെ ദൈവം നൽകുവാനിടയാകും. ആമേൻ. ഏത് വിഷയത്തിൻ്റെ മറുപടികൾ താമസിക്കുന്നു എന്ന് ഭാരപ്പെടേണ്ട. ആമേൻ സ്തോത്രം. ആമേൻ. താമസിച്ചാലും അത് വരും നിശ്ചയം. നമുക്ക് ഇന്ന് പ്രഭാതവും പ്രാർത്ഥനയോടുകൂടെ പ്രത്യാശയോടുകൂടെ വചന സന്ദേശത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. 144-ാം സങ്കീർത്തനക്കാരൻ പാടുന്നു: യഹോവേ, ആകാശം ചായ്ച്ചിറങ്ങി വരേണമേ, പർവ്വതങ്ങൾ പുകയുവാൻ തക്കവണ്ണം അവയെ തൊടയണമേ. ഒരു ദൈവഭക്തൻ നേരിടേണ്ടി വരുന്ന പ്രതികൂലങ്ങൾ നിരവധിയാണ്. ഏതെല്ലാം ഭാഗങ്ങളിൽ നിന്നും എങ്ങനെയെല്ലാം പ്രശ്നങ്ങൾ കടന്നു വരും എന്നതിന് യാതൊരു നിശ്ചയവുമില്ല. ചില പ്രശ്നങ്ങളെയെല്ലാം നമ്മുടെ കഴിവുകൾ കൊണ്ടും മനോബലം കൊണ്ടും അതിജീവിക്കുവാൻ കഴിയുമെങ്കിലും മാനുഷിക പരിമിതികൾക്കപ്പുറം നേരിടുന്ന അനവധി വിഷയങ്ങളുണ്ട്. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നാം പലരെയും ആശ്രയിക്കുവാനിടയാകും. അതിൽ ഒന്നാമതായി നാം ആശ്രയിക്കുന്നത് സാമ്പത്തികം തന്നെയാണ്. എന്നാൽ നാം ആശ്രയിക്കുന്നവരും നാം പ്രതീക്ഷിക്കുന്നവരും നമ്മെ സഹായിക്കണമെന്നില്ല. അവർ മറന്നു പോകുമ്പോൾ, സഹായിക്കുവാൻ കഴിയാതെ മാറിക്കളയുമ്പോൾ ആമേൻ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ദൈവത്തിൻ്റെ സഹായം തനിക്ക് ലഭിച്ചേ മതിയാവുകയുള്ളൂ എന്ന് ആഗ്രഹിക്കുന്നു ഭക്തൻ. ആമേൻ. വെറും നിസ്സാരനായ മനുഷ്യനെ വിചാരിക്കുവാൻ മാത്രം ദൈവമുമ്പിൽ മനുഷ്യന് യാതൊരു പ്രത്യേകതയും ഇല്ലെങ്കിലും കഴിഞ്ഞ കാലങ്ങളിൽ തൻ്റെ ഭക്തന്മാരെ രക്ഷിക്കുവാൻ ഇറങ്ങി വന്നിട്ടുള്ള ദൈവം തനിക്ക് വേണ്ടിയും ഇറങ്ങി വന്നേ മതിയാകൂ എന്ന് ഭക്തൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇവിടെ താൻ ആഗ്രഹിക്കുന്നത് ആകാശമല്ലെങ്കിൽ സ്വർഗം ചാച്ചിറങ്ങി വരേണമേ എന്നാണ്. പ്രശ്നങ്ങളുടെ തീച്ചൂളയിൽ നിന്നും തന്നെ വിടുവിക്കുവാൻ ദൈവം ഇറങ്ങി വരണമെന്ന് താൻ ആഗ്രഹിക്കുന്നു. ആമേൻ. ദൈവം സ്വർഗത്തിൽ വാസം ചെയ്യുന്നു എന്നുള്ള വിശ്വാസം തൻ്റെ ഭക്തന് ഉണ്ടായിരുന്നു. ആമേൻ. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പാടുന്നത്: ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്നും വരും. തൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കുന്ന യഹോവയിൽ നിന്നും വരും എന്നുള്ള പ്രത്യാശ സങ്കീർത്തനക്കാരൻ ഉണ്ടായിരുന്നു. വചനം പ്രമാണിക്കുന്ന തൻ്റെ ജനത്തെ അനുഗ്രഹിക്കുവാൻ ദൈവം സ്വർഗം തുറക്കുമെന്ന് വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. ആമേൻ. തക്ക സമയത്ത് നിന്റെ ദേശത്തിന് മഴ വരുവാനും നിന്റെ വേലയൊക്കെയും അനുഗ്രഹമാക്കുവാനും യഹോവ നിനക്ക് തൻ്റെ നല്ല ഭണ്ഡാരമായ ആകാശം തുറക്കുമെന്നും വചനം പറയുന്നു. ആമേൻ. തക്ക സമയത്ത് കൃഷികൾ ഫലം കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ദൈവിക പദ്ധതിയായി ഇതിനെ കരുതാം. ദൈവത്തെ അനുസരിച്ച് മിസ്രൈമിൽ നിന്നും ഇറങ്ങിപ്പുറപ്പെട്ട ജനത്തിന് മന്ന വർഷിപ്പിച്ചു കൊടുത്തു. മന്ന കൊടുത്തുകൊണ്ട് സ്വർഗം തുറക്കുകയും അവർക്ക് സ്വർഗീയന്മാരുടെ ഭക്ഷണമായ മന്ന പൊഴിച്ചു കൊടുക്കുകയും ചെയ്തു. ദൈവാനുഗ്രഹത്തിനു വേണ്ടി എപ്പോഴും കാംക്ഷിച്ചിരുന്ന ഒരു ഭക്തനായിരുന്നു യാക്കോബ്. ഒരിക്കൽ തന്ത്രപൂർവമെങ്കിലും അപ്പൻ്റെ പക്കൽ നിന്നും സഹോദരനുള്ള അനുഗ്രഹവും തട്ടിയെടുത്ത് യാക്കോബ് ഓടുമ്പോൾ വിജനമായ മരുഭൂമിയിൽ അവൻ ഒറ്റപ്പെട്ടു. എന്നാൽ അന്ന് രാത്രി അവന് വേണ്ടി സ്വർഗം തുറക്കുകയും ദൂതന്മാർ അവൻ്റെ അടുക്കൽ ഇറങ്ങുകയും കയറുകയും ചെയ്യുന്ന കാഴ്ച ദൈവം അവനെ കാണിച്ചു.
തൻ്റെ പിതാവിൻ്റെ കൽപ്പന നിവർത്തിച്ച യേശുവിന് വേണ്ടി സ്വർഗം തുറക്കുകയും പരിശുദ്ധാത്മാവ് പ്രാവെന്ന പോലെ അവൻ്റെ മേൽ ഇറങ്ങി വരികയും ചെയ്തു. 30-ാമത്തെ വയസ്സിൽ സ്തോത്രം ദൈവകൽപ്പന അനുസരിച്ച് സ്നാനമേറ്റ സ്തോത്രം യേശു ക്രിസ്തുവിൻ്റെ മേൽ പരിശുദ്ധാത്മാവ് പ്രാവെന്ന രൂപേണ ഇറങ്ങി വരുന്നത് സ്തോത്രം കാണുവാനിടയായി. പ്രിയ ദൈവവേദിയിലെ നാം കാണുന്നില്ലെങ്കിലും അവൻ യഥാർത്ഥമായി രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെടുന്ന ഓരോരുത്തർക്ക് വേണ്ടിയും സ്വർഗം തുറക്കുകയും ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവൾ എൻ്റെ പ്രിയപുത്രി എന്ന് ദൈവം പറയുകയും ചെയ്യുന്നുണ്ട്. ആമേൻ. സുവിശേഷം നിമിത്തം കല്ലേറുകൊണ്ട് മരിക്കുന്ന തേഫാനോസിന് വേണ്ടി സ്തോത്രം തൻ്റെ ഭക്തനായ തേഫാനോസിന് വേണ്ടി അവൻ ഹല്ലേലൂയ സ്വർഗം തുറക്കുവാനിടയായി. തൻ്റെ ആത്മാവിനെ സ്വീകരിപ്പാൻ സ്വർഗം തുറന്നു. ദൈവത്തിൻ്റെ വലത് ഭാഗത്തിരിക്കുന്ന കർത്താവ് എഴുന്നേറ്റ് നിന്ന് അവനെ സ്വീകരിക്കുന്നതായും കാണുന്നുണ്ട്. കർത്താവിന് വേണ്ടി മരിക്കുന്ന ഓരോ ഭക്തന്മാർക്ക് വേണ്ടിയും ഇന്നും സ്വർഗം തുറക്കും എന്നുള്ളതിന് ഓരോ ക്രിസ്തു ഭക്തന്റെയും ഉറപ്പും പ്രത്യാശയുമാണ്. ദൈവത്തെ ആരാധിക്കുന്ന ദൈവമക്കളുടെ മുമ്പിൽ ഈ ലോകത്തിലുള്ള സകല വാതിലുകളും കരങ്ങളും തുറക്കാതെ വരുമ്പോൾ, എല്ലാ വാതിലുകളും അടയപ്പെടുമ്പോൾ ഒരിക്കലും അടയാത്ത ഒരു വാതിൽ സ്വർഗത്തിൽ തുറന്നു വെച്ചിരിക്കുന്നത് എത്രയോ ആശ്വാസകരമാണ്. ആമേൻ. ദൈവമക്കളെ സ്തോത്രം ഹല്ലേലൂയ സ്തോത്രം ദൈവമക്കളെ പിടിച്ചുകെട്ടി ഉപദ്രവിക്കുകയും കൊല്ലുകയും ചെയ്തുകൊണ്ടിരുന്ന പൗലോസിനെ രൂപാന്തരപ്പെടുത്തുവാൻ ദൈവം സ്വർഗം തുറന്നു. ഇറങ്ങി വന്നതായി പൗലോസ് സാക്ഷ്യം പറയുന്നുണ്ട്. തൻ്റെ ഭക്തന്മാരുടെ വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി അന്ന് സ്വർഗം തുറന്നത് പോലെ ഇന്നും സ്വർഗം തുറക്കും എന്നതിന് സംശയമൊന്നുമില്ല. പ്രിയ ദൈവത്തിലെ നാം വിശുദ്ധിയോടുകൂടെ, വേർപാടോടുകൂടെ, വിശ്വസ്തയോടുകൂടെ ദൈവത്തെ ആത്മാവിൽ ആരാധിക്കുകയാണെങ്കിൽ, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുവാൻ നാം ഒരുക്കമാണെങ്കിൽ ദൈവം നമുക്ക് വേണ്ടി വാതിൽ തുറക്കുക തന്നെ ചെയ്യും. ഏത് മനുഷ്യൻ നമ്മുടെ മുന്നിൽ വാതിലുകളെ കൊട്ടിയടച്ചാലും സ്തോത്രം ഫോൺ കോളുകൾ എടുക്കാതിരുന്നു കഴിഞ്ഞാലും, മെസ്സേജ് കാണാതിരുന്നു കഴിഞ്ഞാലും, സ്തോത്രം നമ്മുടെ അപേക്ഷ നിരസിച്ചു കളഞ്ഞാലും തുറക്കുന്നൊരു വാതിൽ സ്വർഗത്തിലുണ്ട്. മോശയോട് സംസാരിക്കുവാനും ഇസ്രായേൽ ജനത്തിന് നിയമ പ്രമാണം കൊടുക്കുവാനുമായി ദൈവം ഇറങ്ങി വരുന്ന കാഴ്ച ഇസ്രായേൽ ജനം കണ്ടിട്ടുണ്ട്. ശുദ്ധ ഹൃദയത്തോടും വിശ്വസ്തയോടും കൂടെ ദൈവകൽപ്പന പൂർണ്ണമായും അനുസരിച്ചവനായിരുന്നു വിശ്വാസികളുടെ പിതാവായ അബ്രഹാം. കൽപ്പന പ്രകാരം തൻ്റെ മകനായ ഇസഹാക്കിനെ യാഗം കഴിക്കുവാൻ കത്തി ഉയർത്തിയപ്പോൾ അബ്രഹാമിനെ തടയുന്നതിനും അവനെ അനുഗ്രഹിക്കുന്നതിനുമായി ദൈവം ഇറങ്ങി വന്നു. ഇതുവരെയും നമുക്ക് വേണ്ടി സ്വർഗം തുറന്ന് ഇറങ്ങി വരുന്നത് നാം കണ്ടിട്ടില്ലെങ്കിലും അധികം താമസിക്കാതെ ദൈവശബ്ദത്തിന് മുന്നിൽ മരിച്ചു മൺമറഞ്ഞ സകല വിശുദ്ധന്മാരും, ജീവനോടെ ശേഷിക്കുന്ന സകല ഭക്തന്മാരും വിശുദ്ധന്മാരും ഒരുപോലെ രൂപാന്തരപ്പെട്ട് ഉയരങ്ങളിലേക്ക് കയറി ചെല്ലുമ്പോൾ അവരെ സ്വീകരിപ്പാൻ സ്വർഗം തുറന്ന് നമ്മുടെ അരിമനാഥനായ നമ്മുടെ വീണ്ടെടുപ്പുകാരനായ കർത്താവ് മധ്യാകാശത്തിൽ വരുന്ന കാഴ്ച നമുക്ക് വേഗം കാണുവാൻ കഴിയും. ആമേൻ. ആ നല്ല സുദിനത്തിനായി നമുക്ക് പ്രത്യാശയോടെ കാത്തിരിക്കാം. നമ്മുടെ കർത്താവ് ഉറപ്പായും വരും. നമ്മുടെ കർത്താവ് വരാറായി, നാം പോകാറായി. ആകയാൽ വിശുദ്ധിയോടുകൂടെ, ഭയത്തോടുകൂടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ആമേൻ. പ്രിയ ദൈവവേദിയിലെ ദൈവം നമുക്ക് നൽകുന്ന നന്മകൾ സ്തോത്രം, ആഹാരമാകട്ടെ, സാമ്പത്തികമാകട്ടെ, ആരോഗ്യമാകട്ടെ, എന്തുമാകട്ടെ, നമ്മുടെ വിളിച്ച ദൈവം വിശ്വസ്തനാകിയാൽ നമ്മെ അതിന് അർഹരായവർക്ക് പകർന്നു കൊടുത്തുകൊണ്ട് നമുക്ക് ഈ ഭൂമിയിൽ പ്രത്യാശയോടുകൂടെ നിൽക്കാം. ഒരുങ്ങാം. നമ്മുടെ നാഥൻ വരാറായി. നമ്മുടെ കർത്താവിൻ്റെ വരവ് വേഗത്തിൽ സമീപിക്കാറായി. ആകയാൽ നമുക്ക് പ്രത്യാശയോടുകൂടെ നിലനിൽക്കാം. ഈ പ്രഭാതം നമ്മുടെ കണ്ണുകളെ ദിവസമടയ്ക്കാം. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, നല്ല ദൈവമേ, സ്നേഹവാനായ ഞങ്ങളുടെ നല്ല കർത്താവേ, അനുഗ്രഹം പ്രശാന്തമായ നല്ല പ്രഭാതത്തിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. നാഥ, ഈ പ്രഭാതം കർത്താവേ, ഭക്തൻ പാടിയതുപോലെ യഹോവേ, ആകാശം
ചാച്ചിറങ്ങി വരേണമേ. ആമേ സ്തോത്രം എന്ന് പാടിയതുപോലെ ഇന്ന് കർത്താവെ അനേക ദൈവദാസന്മാരുടെ, അനേക ദൈവ കുഞ്ഞുങ്ങളുടെ പ്രാർത്ഥന മറുപടിക്കായി അങ്ങ് സ്വർഗം ചായച്ചിറങ്ങണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അടിയങ്ങളുടെ കർത്താവെ കഷ്ടതയുടെ നടുവിൽ, സാമ്പത്തിക ഞെരുക്കങ്ങളുടെ നടുവിൽ, മാനസികമായ നിരാശയുടെ നടുവിൽ, രോഗബലഹീനതയുടെ നടുവിൽ, വാർദ്ധക്യ ബലഹീനതയുടെ നടുവിൽ, ഏകാന്തതയുടെ അനുഭവങ്ങളിൽ, ശാരീരികമായ ക്ഷീണങ്ങളിൽ കർത്താവെ സകലത്തിലും എൻ്റെ നാഥൻ കർത്താവെ മറുപടിയുമായി ഇറങ്ങി വരേണമേ എന്ന് ഈ പ്രഭാതം ഞങ്ങൾ പ്രത്യാശയോടെ പ്രാർത്ഥിക്കുന്നു. അത് എല്ലാ ദൈവക്കുഞ്ഞുങ്ങളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ നാളുകളിൽ ഞങ്ങളെ സഹായിച്ചവരുണ്ട്, ഞങ്ങൾക്ക് ആഹാരം തന്നവരുണ്ട്, ഞങ്ങൾക്ക് പാർക്കുവാൻ ഭവനം തന്നവരുണ്ട്, ഞങ്ങൾക്ക് ധരിപ്പാൻ വസ്ത്രം തന്നവരുണ്ട്, കർത്താവെ ഭക്ഷിപ്പാൻ കർത്താവെ ആഹാരം തന്നവരുണ്ട്, സഞ്ചരിപ്പാൻ വാഹനം തന്നവരുണ്ട്. നാഥാ, അവരെല്ലാം ഞങ്ങൾ ഓർക്കുന്നു. ഹൃദയം ആമേ സ്തോത്രം, ഞങ്ങൾ ഹൃദയത്തിൽ തൊട്ട് ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ പ്രഭാതം അവരെല്ലാവരെയും അനുഗ്രഹിക്കണം, അവരുടെ തലമുറകളെ അനുഗ്രഹിക്കണം. അവരുടെ കർത്താവ് സ്തോത്രം ഹല്ലേലൂയ ആരോഗ്യം അനുഗ്രഹമാകട്ടെ, ആയുസ് അനുഗ്രഹമാകട്ടെ, ആമേ സ്തോത്രം കൊച്ചുമക്കൾ അനുഗ്രഹമാകട്ടെ, ബിസിനസ്സുകൾ അനുഗ്രഹമാകട്ടെ, ശുശ്രൂഷകൾ അനുഗ്രഹമാകട്ടെ, വിദ്യാഭ്യാസങ്ങൾ അനുഗ്രഹമാകട്ടെ, ആത്മീയ ഭൗതിക എല്ലാ ജീവിതങ്ങളും അനുഗ്രഹമാകുവാൻ സ്വർഗം ചായ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗം അത്ഭുതം ചെയ്യുന്നതിനായി സ്തോത്രം. മഹത്വം അങ്ങെടുക്കണം യേശുവിൻ്റെ നാമത്തിൽ. കൃപയോടെ പ്രാർത്ഥന കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ, ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. ദൈവം എല്ലാവരെയും ഈ പ്രഭാതം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.